ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പഞ്ചായത്തിൻ്റെ അഴിമതി ചോദ്യം ചെയ്തതിൽ പ്രതികാര നടപടിയെന്നാണ് യുവതിയുടെ പരാതി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സെക്രട്ടറി പരാതി നൽകിയിരിക്കുന്നത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ ജോയിന്റ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കടക്കം ഈ സെക്രട്ടറി ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഉൾപ്പെടെ ഇവരെ നിരന്തരം, അതായത് ഈ പ്രതികാര നടപടിയുടെ ഭാഗമായി ഈ ഓഫീസിലെ പടിക്കെട്ടുകൾ കയറ്റി ഇറക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഈ സംഭവം വാർത്തയായതിനു പിന്നാലെയും ഈ പരാതി ലഭിച്ചതിന് പിന്നാലെയും ഇതുവരെയും ഒരു നടപടിക്കും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തദ്ദേശ വകുപ്പാകട്ടെ ഇത് കണ്ട ഭാവം നടിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതോടുകൂടി ഈ പ്രതിപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും അതുപോലെ തന്നെ ഈ അംഗപരിമിതരുടെ സംഘടനകളടക്കം കനത്ത പ്രതിഷേധം ഉയർത്തുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുണ്ടായിരുന്നു. ഇന്ന് BJPയുടെ പ്രതിഷേധം നടക്കാനിരിക്കുന്നു. അങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും സെക്രട്ടറി നൽകിയ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്ന. 52 തവണയാണ് ഈ അംഗപരിമിതിയുള്ള സെക്രട്ടറിയെ ഈ പലപ്പോഴായി ഈ ഓഫീസിന്റെ 1-ാം നിലയിലേക്ക് കയറ്റി ഇറക്കിയത്. അരയ്ക്ക് താഴേക്ക് തളർന്നുപോയ ആളാണ്. അതുകൊണ്ട് തന്നെ ഇഴഞ്ഞു വേണം ഈ പടിക്കെട്ടുകൾ കയറി ഇറങ്ങാൻ. അത്തരത്തിൽ കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. പക്ഷേ ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടുകൂടി ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്.